ഞാൻ ഇപ്പൊ ഞാൻ ആ ഉദ്യാനത്തിലേക്ക് കയറിയിട്ട് ഏകദേശം 15 വർഷത്തോളം 16 വർഷത്തോളമായിട്ടുണ്ടാവും. കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് ഓട്ടം വരിക എന്നല്ലാതെ കയറാനോ തിരിയാനൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കൺട്രോളോ ഇല്ലെ നമുക്ക് അതിൻ്റെതായ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് പരമാവധി നമ്മൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ലൈൻ ട്രാഫിക് തെറ്റാതെ ഓടിച്ചാൽ മതി. അല്ലാതെ ഇതിൽ വേറെ ഒരു നമ്മുടെ കോൺസിക് ആയിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടാവും. അതൊക്കെ നമ്മൾ ശീലങ്ങളാക്കി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ രീതിയിൽ മാറ്റപ്പെടുത്തിയിട്ട് നമ്മൾ ശീലങ്ങളാക്കി. അപ്പോൾ ആ ശീലത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിനി മാറ്റപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പോണ വഴിയിൽ ഞാൻ പറഞ്ഞുതരാം എന്തായാലും. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം മാത്രമേ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതേ കാഞ്ഞിരപ്പുഴ ഡാമിലാണ്. കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ മുകളിലാണ്. അപ്പോൾ കാഞ്ഞിരപ്പുഴയ്ക്ക് നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊരു ഓട്ടം കിട്ടിയതാണ്. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. അപ്പോൾ കാര്യമായിട്ട് ഓട്ടവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി. പക്ഷെ എന്നിരുന്നാലും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ഓട്ടത്തിൽ നമ്മൾ നമ്മുടെ സ്വന്തം കാഞ്ഞിരപ്പുഴയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കാഞ്ഞിരപ്പുഴയത്തെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ എന്ന് ചോദിച്ചാൽ കുട്ടികളെ കുടുംബമൊക്കെ ആയിട്ട് വരുന്നവർക്ക് നല്ല ആഘോഷം തന്നെയാണ്. ശരിക്കും ഒറ്റപ്പെട്ട് നടക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ കാഞ്ഞിരപ്പുഴ വല്ലാത്തൊരു ഫീലിംഗ് തരുന്നൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ കാഞ്ഞിരപ്പുഴ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കാഞ്ഞിരപ്പുഴയെ പറ്റി നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ പ്രത്യേകിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രണയിച്ച ആൾക്കാർക്കൊക്കെയാണ് ഈ കാഞ്ഞിരപ്പുഴ കൂടുതലും സൗന്ദര്യമായിട്ട് തോന്നുക. പ്രണയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തും വലിയ എന്താ പറയുക ഭംഗി മധുരം ഒക്കെയാണ്. അപ്പോൾ പ്രണയം തകർന്നു പോയാൽ പിന്നെ കാഞ്ഞിരപ്പുഴയില്ല, ഒന്നുമില്ല. കാഞ്ഞിരപ്പുഴ ഒന്നും മണ്ണാർക്കാടും പാലക്കാടും കോഴിക്കോടോ ചെർപ്പശ്ശേരി ഒന്നുമില്ല. അപ്പോൾ ഈ പിന്നെ പാലക്കാടിൻ്റെ ശരിക്കും രണ്ട് സൗന്ദര്യങ്ങളെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്ന് ചെർപ്പളശ്ശേരി തൃക്കടീരിയാണ്. രണ്ടാമത്തത് മണ്ണാർക്കാടിലെ കാഞ്ഞിരപ്പുഴ ഡാമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ചെർപ്പളശ്ശേരി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ അതിമനോഹരമായ ഒരു സൗന്ദര്യമുള്ള ഒരു ശാലീനമായ സുന്ദരിയാണ് നമ്മളെ ചെർപ്പളശ്ശേരി. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയണ്ട, പിന്നെ നമ്മുടെ പാലക്കാട് മണ്ണാർക്കാടിലെ ഏറ്റവും നല്ല സൗന്ദര്യമുള്ളൊരു ആൺകുട്ടി എന്ന് പറയുന്നത് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമാണ്. ഏറ്റവും ഭംഗിയുള്ളതും കൂടി കാഞ്ഞിരപ്പുഴയാണ്. പക്ഷേ മലമ്പുഴ എന്ന് ചില ആൾക്കാർ പറയും. പക്ഷേ മലമ്പുഴയേക്കാൾ ഭംഗി നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമിനാണ്. അപ്പോൾ ഇവിടെ ചെറുതായിട്ടുള്ള വൃത്തിയും വെടുപ്പും ഇല്ലായ്മ കൊണ്ട് മാത്രമാണ് കൂടുതൽ അങ്ങോട്ട് മുന്നോട്ട് പോകാത്ത. ടൂറിസത്തിനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ശരിക്കും കുറേ നേരം ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. ഡാമിൻ്റെ നമ്മളിപ്പോൾ ഇരുമ്പാച്ചോല പാലക്കയം പാലക്കയം റോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ കുറേ നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. അവിടെ ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ പിന്നെ അവരുടെ ഫാമിലി ആയിട്ടും എല്ലാ പിന്നെ ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കാണുന്നുണ്ട്. നമുക്കിപ്പോൾ ഓട്ടം ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് ഓട്ടം പോവുക, അവരെ കൊടുന്ന് വിടുക. പ്രത്യേകിച്ച് ഓർമ്മകളൊന്നും ഇല്ല എന്നല്ല, ഓർമ്മകൾ കൂടിപ്പോയാലും പ്രശ്നമാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കണ്ടിരുന്നു ഓരോ കാഴ്ചകൾ. പഴയ കാഴ്ചകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മകളാണ് കൂടുതൽ. അന്ന് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ എന്തായാലും ഒരു ദിവസം മരിച്ചു പോകും. അപ്പോൾ ഈ മരിച്ചു പോകുന്നതിൻ്റെ മുന്നേ ചില കാര്യങ്ങൾ നമ്മൾ പറയാനും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക മനസ്സിലാക്കി തരാനും അതേപോലെ തന്നെ ചില ആളുകൾ നമ്മളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഏത് രീതിയിലാണെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ പൊതുവേ നമുക്കിപ്പോൾ എങ്ങനെ റോഡിലൂടെ പോകുന്ന ഡ്രൈവറാണെങ്കിലും ഏത് വാഹനമാണെങ്കിലും ആ വാഹനത്തിൻ്റെ ഉള്ളിൽ ആ ഡ്രൈവറുടെയും മറ്റുള്ള ഇടത് വശത്തോ ബാക്കിലിരിക്കുന്ന ആൾക്കാരോ ബസ്സിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും ഇതൊന്നും നമുക്കറിയാൻ കഴിയുന്നില്ല. അവരുടെ ഏത് മാനസികാവസ്ഥയെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താലും അവരത് മനസ്സിലാക്കില്ല. മനസ്സിലാക്കിയെങ്കിൽ പോലും ഒരു
തലയാട്ടിനൊരു ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അതൊക്കെ വെറുതെയാണ്. അപ്പോൾ നമ്മളിനി നേരെ മണ്ണാർക്കാടേക്ക് പോവാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റ കാര്യം പറയാം, നമ്മൾ എന്ന് ഉണർന്നിട്ട് നമ്മൾ എത്ര ഹാപ്പി ആയിട്ട് നമ്മൾ എത്ര മോട്ടിവേഷൻ കേട്ടാലും നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേനും എന്തെങ്കിലും നമ്മുടെ ബാക്കിൽ ഒരു ബാണ്ടക്കെട്ടായിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോവുക. ആ ബാണ്ടക്കെട്ട് ഒന്ന് ഇറക്കി വയ്ക്കാൻ നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, അത് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അത് എല്ലാ മലയാളിയുടെയും ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകത പറഞ്ഞാൽ ശീലങ്ങളാക്കി നമ്മൾ അതൊക്കെ 17-16 വർഷത്തെ അല്ലെങ്കിൽ നമ്മുടെ ഭരണത്തിൻ്റെ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ പൊതുജനങ്ങളുടെ സ്വഭാവം കൊണ്ടാവാം, അതൊക്കെ നമ്മൾ ശീലങ്ങളാക്കി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ രീതിയിൽ മാറ്റപ്പെടുത്തിയിട്ട് നമ്മൾ ശീലങ്ങളാക്കി. അപ്പോൾ ആ ശീലത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിനി മാറ്റപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പോണ വഴിയിൽ ഞാൻ പറഞ്ഞുതരാം എന്തായാലും. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം മാത്രമേ ഞാൻ അവിടെ നിന്നുള്ളൂ. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ നമ്മൾ ഇപ്പോൾ ഈ പ്രണയിച്ച ഒരു സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ കൂട്ടിയിട്ട് നമ്മൾ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്നല്ല ഏതൊരു സ്ഥലത്തേക്കും നമുക്ക് എവിടെ മനോഹരമാക്കിയിട്ട് നമുക്ക് തീർക്കാം എന്നാണ് നമ്മൾ ആദ്യം കരുതുക. അപ്പോൾ അവിടെ മറ്റാരും പാടില്ല എന്നൊരു കൺസെപ്റ്റും കൂടി ഈ പ്രണയത്തിലുണ്ട്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ കാഞ്ഞിരപ്പുഴ ഉദ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാഞ്ഞിരപ്പുഴയിലേക്ക് വന്ന ഇതിന് മുന്നേ നമ്മൾ ഓട്ടം വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റോഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ട്, കുറച്ച് ആളുകൾ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഓരോ മനുഷ്യന് ഓരോ അവസ്ഥയല്ലേ. അപ്പോൾ അവസ്ഥകളെപ്പോൾ മാറും, സാഹചര്യങ്ങളെപ്പോൾ മാറും എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോണ വഴിയിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയണ കാര്യങ്ങളല്ല, നമ്മുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ മാറിയോ അല്ല മാറ്റി പറയുമോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. എന്തായാലും നമുക്ക് പോകാറുണ്ട്. അപ്പോൾ നമ്മളെ മണ്ണാർക്കാടേക്ക് പോവാണ്. ഇവിടുന്ന് കുറേ നേരം ഞാൻ അവിടെ നിന്നു. കുറച്ച് നേരമൊക്കെ എന്താ പറയുക, അവിടുത്തെ ഓർമ്മകളൊക്കെ ഒന്ന് എന്താ എല്ലാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളത് സമയം ഉണ്ടെങ്കിൽ കാണണം. അപ്പോൾ ആർക്കും സമയമില്ലാത്തൊരു സമയം കൂടി ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് കാഞ്ഞിരപ്പുഴയുടെ ഭംഗി. ഇപ്പോൾ റോഡ് മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ളതും കൂടി ഇവിടെ കറക്റ്റായിട്ട് ഒന്നും കൂടി മെയിൻ്റെനൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലമ്പുഴയെക്കാട്ടിലും കൂടുതലാകാം. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് വലിയ കാഴ്ചകളൊന്നും ഉണ്ടാവില്ല, ആളുകൾ കമ്മി എന്ന് പറഞ്ഞപ്പോൾ ഞാനതാണ് ആദ്യം പറഞ്ഞത് കേട്ടോ. ആസ്വദിക്കാൻ നമുക്കൊരു കഴിവില്ല. ഇപ്പൊ മലയാളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഭംഗിയുള്ളത് എന്താണോ അതിനെ കുറച്ച് നേരം ഇങ്ങനെ എന്താ പറയാ, മുത്തേ പൊന്നെ കരളെ, അല്ലെങ്കിൽ അത് എന്തായാലും അതിപ്പോ ഒരു പുതിയ മൊബൈൽ ഫോൺ ആണെങ്കിൽ പോലും ഒരാഴ്ച വരെ നമുക്ക് അതിനോട് ഭയങ്കര നിലത്ത് വീഴാൻ സമ്മതിക്കില്ല. അതേപോലെ ഒന്നും നമ്മൾ സ്ക്രാച്ച് വന്നാൽ പോലും നമ്മുടെ അടുത്ത സുഹൃത്തോ ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട അത്ര, ഇനിയിപ്പോ ഉദാഹരണം പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും കൂടി വയ്യാതെ ആയാലും കൂടി ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷെ അപ്പോഴും എന്താവും, ഈ മൊബൈലിന്റെ ഡിസ്പ്ലേ പൊട്ടിയാലോ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ആസ്വദിക്കാനുള്ള കഴിവ് കുറേയൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഒക്കെ പ്രണയിക്കുന്ന ആൾക്കാരെ പോലും അവിടെ ഞാൻ കണ്ടത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാണ്. അവര് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അവര് മൊബൈലിലാണ് അവരെ കൈ വിരലുകൾ. അപ്പോൾ അത് എന്ത് ആസ്വാദനാണ് എന്ന് ഞാൻ ചിന്തിക്കണം. ഇപ്പോൾ കാലം മാറിയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ ഇടതുവശത്ത് നല്ല കള്ള് കിട്ടും, നല്ല കള്ളും അതേപോലെ കപ്പയും ബീഫും പന്നിയിറച്ചിയും മീനും എല്ലാം. അപ്പോൾ ഞാൻ ഇവിടെ നല്ല 2-3 വർഷം മുന്നേ വന്നതാണ്. ഇപ്പൊ ഇങ്ങോട്ട് എന്താ പറയുക, അപ്രതീക്ഷിതമായിട്ടൊരു ഓട്ടം കിട്ടിയെന്നും കൂടി പറയാം. അപ്പോൾ റോഡിലൊക്കെ നിങ്ങൾ എത്ര വലിയ റോഡാണെങ്കിലും, അടിപൊളി റോഡാണെങ്കിലും, മോശം റോഡാണെങ്കിലും, ആ റോഡിന്റെ ഘടനക്കനുസരിച്ച് നിങ്ങൾ വാഹനം ഓടിക്കണം. അതിപ്പോ വാഹനം ഏതാണ് എന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും നമ്മളൊക്കെ എപ്പോഴോ എവിടുന്നൊക്കെ കണ്ടുമുട്ടുന്ന ആൾക്കാരാണ്. ഡ്രൈവർമാരെ കാര്യം പറഞ്ഞത്.
എന്നിരുന്നാലും നമ്മൾ പരസ്പരം വെറുപ്പിക്കാതെ ഡ്രൈവിംഗ് ചെയ്യണം. മറ്റുള്ളവരെന്തോ പറഞ്ഞോട്ടെ, ഇപ്പോ നല്ലത് പറഞ്ഞു തരാന് ആരും ഉണ്ടാവില്ല. നമുക്ക് റോഡില് സൈഡാക്കിയിട്ട് അല്ലെങ്കിൽ പൈസ വാങ്ങാനേ ആൾക്കാരുണ്ടാവുള്ളൂ. അല്ല നീ ഇന്നമാതിരി ഓടിക്കണം കേട്ടോ, അല്ലെങ്കിൽ നീ സീറ്റ് ബെൽറ്റ് ഇടണം, നീ ഹെൽമെറ്റ് നിർബന്ധമായിട്ട് ഇടണം, അങ്ങനെ നല്ലത് നല്ലതോ നല്ല ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ കേരളത്തിലെ RDO ആൾക്കാരാണ്. അപ്പോ അവര് നല്ല മനുഷ്യന്മാരുണ്ട്, RDO ഓഫീസർമാര്. അപ്പോ ഇതില് ഇവര് നല്ലത് പറഞ്ഞു കേൾക്കുന്ന ആൾക്കാരുണ്ട്, മോശമായിട്ട് ഉള്ള ആൾക്കാരും ഉണ്ട്. എന്തോ നമുക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യുക, നമുക്കിപ്പോ അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ നമുക്കിനി എവിടുന്നാണ് എന്താണെന്നൊക്കെ ഇവിടെ ഞാന് ഇപ്പൊ ഞാൻ ആ ഉദ്യാനത്തിലേക്ക് കയറിയിട്ട് ഏകദേശം 15 വർഷത്തോളം 16 വർഷത്തോളമായിട്ടുണ്ടാവും. കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് ഓട്ടം വരിക എന്നല്ലാതെ ഞാൻ അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ലെന്നവരെ. അത് ഈ വണ്ടിയെ സത്യത്തോ എന്താ ചോദിച്ചു കഴിഞ്ഞാല് അതിപ്പോ ആർക്കും അറിയേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. എന്നിരുന്നാലും ഓരോ മനുഷ്യന്മാരെ അവസ്ഥയാണ്. അപ്പൊ അവസ്ഥകൾ എപ്പോ മാറും, എങ്ങനെ മാറും എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്കും ഒരു പ്രണയം ഉണ്ടായിരുന്നു. അത് 2009, 7, 8, 10 വരെയായിരുന്നു അതിന്റെ കാലാവധി. ആ പ്രണയം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പ്രണയമായിരുന്നു. അത് നമ്മളൊന്നും എന്താ പറയാ, ഓരോ ആൾക്കാർ പ്രണയിക്കുന്നേക്കാളും കൂടുതലായിരിക്കുമല്ലോ നമ്മളിപ്പോ പ്രണയിനിയെ സ്നേഹിക്കുക. അപ്പൊ പ്രണയിനെ ഒരുപാട് നമുക്ക് ഇഷ്ടമായിരുന്നു. നമ്മള് എന്താ വെച്ച് കഴിഞ്ഞാല് ചില ആളുകളെ ദൈവം തന്നെയാണ് എല്ലാ ആൾക്കാരും സൃഷ്ടിച്ചത്. പക്ഷെ ചില ആൾക്കാർക്ക് പിന്നെ പെട്ടെന്ന് വിശ്വാസം എടുക്കാനും പെട്ടെന്ന് ചതിക്കപ്പെടുത്താനും വഞ്ചിക്കപ്പെടാനൊക്കെ സാധ്യത ഉണ്ട്. നമുക്കത് അറിയില്ല. ഇപ്പൊ മനുഷ്യന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഏറ്റവും കൂടുതൽ ക്ഷമ പാലിക്കുന്നത് നമ്മുടെ പുരുഷന്മാരാണ്. ഈ പുരുഷന്മാർക്കുള്ള ക്ഷമ ദൈവത്തിനും ഉണ്ട്. അപ്പോ സ്ത്രീകൾക്ക് ക്ഷമയുണ്ടോ ഇല്ലേ എന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം. പക്ഷെ അവിടെ എനിക്ക് വിശ്വാസം കുറച്ച് കൂടിപ്പോയത് കൊണ്ട് എന്തോ അത് മറ്റുള്ള കാര്യത്തില് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇപ്പോ നമുക്കൊക്കെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ്ഡ് ആയിട്ടുള്ള ഫോണ് നോക്കിയ ഫോണായിരുന്നു. ഈ നോക്കിയ ഫോണിന്റെ CEO പറഞ്ഞ ഒരു ദിവസം ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല, പക്ഷെ എന്തോ ഒരു തെറ്റ് വേറെ എവിടെയോ ഉണ്ടായിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നത് ഞാൻ ആലോചിക്കുന്നതേ എന്റെ കയ്യിൽ ഒരു തെറ്റും പറ്റിയിട്ടില്ല. ഞാനിന്നും നല്ല വഴി കിടയാണ്. നല്ല വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ അന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, അന്ന് പറയുമ്പോ നമ്മളിപ്പോ ദിവസേന വീഡിയോ കാണുക അതൊക്കെ വേണം. അപ്പൊ നമ്മള് മറ്റൊരാളെ ചതിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ വഞ്ചിക്കാനോ മറ്റൊരാളുടെ ഭംഗിയിൽ ആസ്വദിക്കാനോ പോയിട്ടില്ല. അത് ഇതിപ്പോ പറയണത് അവൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ ഇത് അറിയണല്ലോ. അപ്പോ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, കൊലപാതകം ചെയ്ത അല്ലെങ്കിൽ ചെയ്യാത്ത ആൾക്കാരെ പോലീസ് കൊണ്ടുപോയി പിടിച്ച് അവര് പിന്നെ എന്താ പറയാ ജയിലിലാക്കുക, എന്നിട്ട് അത് വർഷങ്ങൾ കഴിയുമ്പോൾ തെളിയിക്കാൻ വരിക. അതുപോലെ തന്നെയാണ്. കാരണം എല്ലാവർക്കും ഇപ്പൊ ദൈവം ഒരേപോലെ കൊടുക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ലോകം അങ്ങനെയാവില്ല. അപ്പൊ അതില് നമുക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു, ലാളൻ ഉണ്ടായിരുന്നു. നമ്മുടെ കാഞ്ഞിരപ്പുഴത്തെ ആ ഭംഗി പോലെ തന്നെ ആയിരുന്നു അന്ന് കാഞ്ഞിരപ്പുഴ. ഇതിനേക്കാളും മനോഹരായിരുന്നു കേട്ടോ. അന്ന് ശരിക്കുള്ള പ്രണയമായിരുന്നു. പ്രണയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് പ്രണയിക്കുമ്പോ നമ്മള് ആ പ്രണയത്തിന്റെ ഭാഗം മാത്രമേ നോക്കുള്ളൂ. അതായത് നമ്മൾ അവരെ ഇഷ്ടപ്പെടും, അവരെന്ത് വാശി കാണിച്ചാലും നമ്മൾ ക്ഷമിച്ചു കൊടുക്കും, അവരിഞ്ഞ് എന്ത് ചെയ്താലും. പക്ഷെ അന്നൊന്നും ഇതേപോലുള്ള അവസ്ഥയല്ല. ഇതേപോലുള്ള അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഇപ്പോ 5 പുരുഷന്മാരെ മെയിൻ്റെനൻസ് ചെയ്യാൻ കഴിയുന്ന അറിയാം. അപ്പോ ഒരു പുരുഷന് എത്ര ആൾക്കാരെ കൊണ്ടു നടക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഇപ്പോ അതിന് കണക്കില്ല എന്നാ പറയുന്നത്. രണ്ടാളും ഈക്വലാണ്. ഓരോ സ്ത്രീക്ക് 5 ആണെങ്കിൽ ഓരോ പുരുഷന് 10 ആളുണ്ടാവും. എന്തോ നമ്മൾ ആ കണക്കിലൊന്നും പോയിട്ടില്ല. അപ്പൊ ഞാന് വഞ്ചിക്കില്ല ചതിക്കില്ല എന്ന് പറഞ്ഞത് ഇന്നേ വരെ ഞാൻ ആ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിലേക്ക് അവളല്ലാതെ ഞാന് മറ്റൊരാളായിട്ട് കേറിയിട്ടില്ല. അതേപോലെ തന്നെ എന്റെ ഹൃദയത്തിലും മറ്റൊരാളായിട്ട് കേറിയിട്ടില്ല, കയറ്റിയിട്ടില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാല് അത് മതിയായിരുന്നു എന്നിപ്പോ തോന്നുക. ഇപ്പോഴും അല്ല, അത് എന്നോ തോന്നിയിട്ടുണ്ട്. പക്ഷെ ചില ആളുകളൊക്കെ നമ്മളെ പെട്ടെന്ന് തെറ്റിദ്ധരിക്കുകയാണ് എന്തോ. അപ്പോ നമ്മള് അങ്ങനെ കാഞ്ഞിരം എന്ന് പറഞ്ഞ
സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഞ്ഞിരത്തിന്റെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പോണ വഴിയുള്ള ആ റോഡും അതും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മണ്ണാർക്കാട് വെച്ച് കാണാം. നമ്മളങ്ങനെ ചെറുക്കിപ്പടി എത്താറായിട്ടോ. അപ്പോൾ ചെറുക്കിപ്പടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഞ്ഞിരപ്പുഴയുടെ കവാടാണ്. ഇവിടുന്ന് അങ്ങോട്ട് റോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അടിപൊളി റോഡാണ്. അത് ഞാൻ ഈ അവിടുന്ന് വരുമ്പോൾ പറഞ്ഞു, നല്ല റോഡായാലും മോശം റോഡായാലും നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാതെ അപകടമില്ലാത്ത രീതിയിൽ യാത്ര ചെയ്യണം. രാത്രിയെന്നോ പകലെന്നോ ഇല്ല കേട്ടോ. യാത്ര നമ്മൾ ചെയ്യുമ്പോൾ രാത്രിയാണോ പകലാണോ, ഇപ്പൊ മരിച്ചു പോകുമ്പോൾ നമ്മൾ രാത്രിയെ മരിക്കണേ പകലാ മരിക്കണമെന്നില്ലല്ലോ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ പരമാവധി റോഡിന്റെ മര്യാദകൾ പാലിച്ചു പോവുക. അതെന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് അത്രയും പെർഫോമൻസ് നമുക്ക് ജീവിതത്തിൽ കിട്ടും. അപ്പോ ചെറുക്കിപ്പടിയുടെ പ്രത്യേകതയൊന്നുമില്ല. അപ്പോ ഈ രാത്രിയില് അപ്പോ കൂടുതൽ ഈ ലൈറ്റിന്റെ കാര്യം തന്നെ പറയാം. മറ്റുള്ളത് നമുക്ക് പിന്നീട് പറയാട്ടോ, ഇല്ലാന്നല്ല, ഞാൻ പറയാതിരിക്കൊന്നുമില്ല. അപ്പൊ ഈ രാത്രിയിൽ കൂടുതൽ കാറ്, ബൈക്ക്, പിന്നെ ബസ്, ലോറി അവര് അധികമായിട്ടും ബ്രൈറ്റ് ലൈറ്റിലാവും വരുന്നുണ്ടാവും. ഇത് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രൈറ്റ് ലൈറ്റിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതേപോലുള്ള വാഹനങ്ങൾ ഇടതുവശത്തുനിന്ന് കയറാനോ തിരിയാനൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കൺട്രോളോ ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് പരമാവധി നമ്മൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ലൈൻ ട്രാഫിക് തെറ്റാതെ ഓടിച്ചാൽ മതി. അല്ലാതെ ഇതിൽ വേറെ ഒരു കോൺസിക്വന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമില്ല. നമ്മളെ ലൈൻ ഏതാണ്, നമ്മളെ വാഹനത്തിന്റെ സൈസ് ഏതാന്ന് നോക്കിയാൽ മതി. അതനുസരിച്ചിട്ട് നിങ്ങൾ ആ റോഡിന്റെ ഇടതുവശത്തോ അല്ലെങ്കിൽ നിങ്ങൾ സ്പീഡ് പോകേണ്ട ഒരു വാഹനമാണെങ്കിൽ നിങ്ങൾ ആ ട്രാക്കിലേക്ക് പോവുക. അപ്പോ നിങ്ങൾ പോകുമ്പോ മറ്റുള്ള ബാക്കിൽ വരുന്ന വാഹനങ്ങളെ നിങ്ങൾ അറിയിക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ ചിലപ്പോ നിങ്ങളെ ജീവൻ തിരിച്ചു കിട്ടിയൊന്നും വരില്ല, ഒന്നും പറയാൻ പറ്റില്ല, ഓരോ അവസ്ഥയാണ്. അപ്പൊ പരമാവധി രാത്രിയിൽ ബ്രൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യാതെ ഡിം അടിച്ചിട്ട് പോവാം. കാരണം അത് ആവശ്യത്തിന് മാത്രമാണ് ഈ ബ്രൈറ്റിന്റെ ഇത് തന്നിട്ടുള്ളത്. ഇപ്പൊ കൂടുതലും ഡ്രൈവിംഗ് അറിയണവര് എന്തായാലും ചെയ്യില്ല. ഡ്രൈവിംഗ് അറിയാത്തവര്, അതായത് പകുതി ഡ്രൈവിംഗ് പഠിച്ചു വരുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ അന്ന് പറഞ്ഞ പോലെ നമുക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പഠിക്കുന്ന ആൾക്കാരുണ്ട്. ബാക്കി അവർക്ക് ഒന്നും അറിയില്ല. ഇതിപ്പോ പരീക്ഷ എഴുതാതെ നമ്മൾ ജയിക്കുക എന്ന് പറയില്ലേ, അതേപോലെയാണ്. ഇനിയിപ്പോ അതിന്റെ ഒരു കഥ ഞാൻ പറഞ്ഞു തരണ്ടെന്ന് കേൾക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. പരീക്ഷ എഴുതാൻ മടിയായ ഒരു കുട്ടി, അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് അതായത് പഠിച്ച് അറിവുള്ള ഒരാള്. അപ്പോ ഈ പഠിച്ച് അറിവുള്ള ഒരാള് ഈ അറിവില്ലാത്ത ഒരാളെ പരീക്ഷയ്ക്ക് എത്തിയത് മാത്രമല്ല, ഈ ഒന്നും അറിയാത്ത ആള് നന്നായിട്ട് പരീക്ഷ എഴുതി അവന്റെ പേരും അഡ്രസ്സും ഒക്കെയാണുള്ള പരീക്ഷയിൽ വരിക. അവസാനം